എന്നാ ഞാൻ പോയി വരാം. മുറ്റത്ത് അധികം കിടന്ന് കളിക്കണ്ട കേട്ടോ. അമ്മ പോയിട്ട് വേഗം വരുന്നേ. വരാം. വരുമ്പോ ലേസ് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരാം. കുറച്ച് കൂടിക്കണം ചോക്ലേറ്റ് തീറ്റ. എന്നാ ശരി, ഞാൻ പോയരാം. വേഗം കേറുന്നട്ടോ ഉള്ളില്. പാവന്റെ അമ്മ. പപ്പന്റെ എന്ത് രസമുണ്ടാവും. എന്തായിരിക്കും എനിക്ക് പപ്പല്ലാത്ത. നല്ല രസമുണ്ടാവും. ഇതുവരെയായിട്ട് ഞാൻ പപ്പനെ കണ്ടില്ല. അമ്മനെ ചോദിച്ചോക്കാം പപ്പനെ കാണിച്ചു തരുമോന്ന്. പപ്പൻ്റെ എൻ്റെ അമ്മക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലേനു. പപ്പനെ കിട്ടുമോ നോക്കാം. പപ്പ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മനെ കുറേ കഷ്ടപ്പാട് കുറയും. ആയിഷോ. താത്ത എന്തേ? അല്ല ഈ എവിടേക്കാ? ഞാനൊന്ന് ടൗണിൽ പോവാണ്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട്. അതിനിറങ്ങിയതാ. എമ്മനെ കൂട്ടിക്കൂടേനോ? ഒറ്റക്കാണോ പോണത്? ഇല്ല, അമ്മനെ കൂട്ടില്ല, അമ്മക്ക് വയ്യാത്തല്ലേ. ഞാൻ വേഗം പോയി വേഗം വരും. എന്നാ ആയിക്കോട്ടെ, നടക്കട്ടെ. നിങ്ങളത് പോയരാ. ആയിക്കോട്ടെ. എന്താ ചെയ്യ ഓരോ പെൺകുട്ടികള്. എന്താണ് ഓരോരുത്തരെ തിമ്മതം. പിയാപ്പളല്ലാന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാ വിശ്വസിക്കോ? ഒറ്റക്ക് പോണ് വരുന്ന്, ആരൊക്കെ കാണുന്നുണ്ടേക്കോ? എന്തേക്കോ? വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവേക്കോ? പിയാപ്പളല്ലാന്നല്ലേ ഉള്ളൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞിക്കണ്. എന്തെങ്കിലും കാട്ടിക്കോ. എന്തെങ്കിലും പറയിപ്പിക്കുമ്പോ അത് പഠിച്ചോളൂ. പറഞ്ഞ മാതിരി അമ്മൻ്റെ ഷെൽഫും അതൊക്കെ നോക്കി നോക്കാം. പപ്പൻ്റെ ഫോട്ടോ അല്ലാണ്ട് ഇരിക്കൂലല്ലോ. എന്തെങ്കിലും ക്ലൂ ഒപ്പിക്കണം. എങ്ങനെയെങ്കിൽ പപ്പനെ കണ്ടുപിടിക്കണം. ഇത്ര ദിവസം ഞാൻ കണ്ടുപിടിക്കാൻ നടക്കുന്നു. പോയി നോക്കട്ടെ. ഹലോ ദയ, ഈ പറഞ്ഞ മാതിരി തന്നെ അമ്മൻ്റെ ഷെൽഫും ഇതൊക്കെ നോക്കി. പക്ഷെ ഒന്നും കിട്ടണില്ല. ഒരു ക്ലൂ പോലും കിട്ടില്ല. ഫോട്ടോ പേരൊന്നുമില്ല. ഫോണോ എപ്പോഴും നോക്കണല്ലേ, അതിലെന്താ ഉള്ളത്? ഒന്നുമില്ല. എന്നാലില്ലേ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കട്ടെ. ഞാനില്ലേ കുറച്ചേരം കഴിഞ്ഞിട്ട് തന്നെ വിളിക്കണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയൊരു വഴിയേ ഉള്ളൂ. ഒന്നെങ്കിലും അമ്മനെ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ അമ്മമ്മനെ ചോദിക്കാം. എന്തായാലും എൻ്റെ അപ്പനെ കാണും. ഞാനത് വിചാരിച്ച് മനസ്സിൽ വെച്ച് ഇനി അതൊക്കെ മനസ്സിൽ നിന്ന് കൊടുക്കാനില്ല. എൻ്റെ ഫോൺ എവിടെ? വെച്ചോടുത്ത് കാണൂല. എവിടെ പോയി? പിന്നെ എങ്ങനെ വെച്ചോടുത്ത് ഉണ്ടാവാനാ? ഏത് നേരം എൻ്റെ ഫോണിലാണ് അവൾക്ക് പണി. ചാർജ് മനുഷ്യൻ കയറ്റി വെച്ചല്ലേ, അത് തീർത്തിട്ട് പിന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചാൽ കിട്ടാ. അപ്പം അത് സ്വിച്ച് ഓഫ് ആയിരിക്കും. ആരോടാ പറയണത്? എൻ്റെ ഫോൺ ഇങ്ങോട്ടുണ്ട്. ഫോൺ ഞങ്ങളെല്ലാം തീർത്ത് വെച്ചിട്ട് എന്നാ ഫോണിന്ന് കണ്ടില്ലേ, ചാർജ് ഒന്നുമില്ല. ഇനിയിപ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് ആവും. എൻ്റെ അമ്മ കാണണം ഫോണുമ്മേൽ ഇങ്ങനെ തോണ്ടിയിരിക്കണത്. ഞാൻ പിന്നെ പാവല്ലേ വിചാരിച്ചിട്ട് ഫോണ് തരുമ്പോൾ ഓളതങ്ങനെ ഇതാക്കിക്കണേ. ചോദിച്ചു നോക്കിയാലോ? എന്നാ ഞാൻ അതൊന്ന് ചാർജിൽ കുത്തട്ടെ. ഓളൊരു മാഞ്ഞാളം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചൂട്. പക്ഷെ എന്റെ അമ്മനോ പറയരുത്. അമ്മനോട് പറയരുതെന്നോ? എന്താ അങ്ങനൊക്കെ ഒരു മുഖവര എന്റെ ഒപ്പിച്ച് വെച്ചിക്കണോ കുത്തക്കേട്? ഇല്ല, പറയരുത്. ആലോചിക്ക. എനിക്കെന്ത് ചാടിയിട്ടണതായിരിക്കും. അല്ല, പറഞ്ഞെന്നാ മതിക്ക്. അമ്മ എൻ്റെ അമ്മനോ പറഞ്ഞില്ലേ വേറെ കല്യാണം കഴിക്കണമെന്ന്? അപ്പം എൻ്റെ പപ്പ എവിടെ പോയി? എൻ്റെ പപ്പക്ക് എന്താ പറ്റിയ? ഞാൻ ഇതുവരെ കണ്ടില്ല. എവിടെ പോയി? എന്താ മോളെ ഞാൻ പറയാ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്കറിയാം എൻ്റെ അപ്പൻ്റെയും ഉമ്മൻ്റെയൊക്കെ ഒരു കാര്യം, അത് വലിയൊരു കഥയാണ്. അതൊന്നും ഇപ്പോൾ കേൾക്കാനുള്ള പ്രായമല്ല എനിക്ക്. അതൊക്കെ
കുറച്ച് ബാല്യമൊക്കെ തികഞ്ഞ് വലിയൊരു കുട്ടിയാകുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ അതെനിക്ക് വല്ലതും പറഞ്ഞുതരും. ഇപ്പം എൻ്റെ അപ്പനെ കുറിച്ചിട്ടും ഒന്നും ഈ അറിയണ്ട. എന്തായാലും ആ മനുഷ്യന് ഞങ്ങൾക്ക് ബാപ്പായിട്ടുണ്ടാവില്ല. എനിക്കങ്ങനെ ഒരു ബാപ്പയില്ല. അത്ര അറിഞ്ഞാൽ മതി. പിന്നെ എൻ്റെ അമ്മൻ്റെ കല്യാണത്തിൻ്റെത് അതിന് എൻ്റെ അമ്മ സമ്മതിക്കണ്ടേ? ആ പഠിച്ചോൻ എന്താ കണക്കാക്കിയത് അതുപോലെയല്ലേ നടക്കുള്ളൂ. എന്തായാലും ഈ എന്നോട് ചോദിച്ച് എൻ്റെ അമ്മനോടൊന്നും ഇത് ചോദിക്കണ്ട. എൻ്റെ അപ്പനെ മറന്നാളെ എനിക്ക് പറ്റിയപ്പല്ലേനും അത്. അതുകൊണ്ടാണ് പഠിച്ചോൻ എനിക്ക് ഹയറാക്കാതെ പോയത്. ഓക്കെ അല്ലേ? എൻ്റെ മോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിച്ചിരുന്നോ കേട്ടോ? അമ്മ നെട്ടിപ്പോയോ? നെട്ടിയതൊന്നല്ല, ഞാൻ കിടക്കല്ലായിരുന്നു. എന്തേ? നമുക്ക് എന്തൊരു സങ്കടം? സങ്കടമൊന്നുമില്ല മോളെ, ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. എല്ലാ ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞോ? ആ എന്നാ മേലേക്കിട്ട് ഇതൊക്കെ മാറ്റിക്കൂടെ? അതിനെന്നാ വന്ന് അല്ല എന്റെ ഗുളിക എവിടെ തീർന്നോ? ഗുളിക അവിടെ ഷെൽഫിലില്ലേനോ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ അത് തീർന്നോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഒന്ന് നോക്ക്, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടേനല്ലോ. ഈ ഗുളികയും കഴിയാനായല്ലോ. 2 ദിവസത്തിനേ ഉള്ളൂ. നോക്ക് പാത്തു, 2 ദിവസത്തിനുള്ള ഗുളികയുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. കഴിഞ്ഞാ? കഴിഞ്ഞ്. കൊയ്ക്കാവണേ. എന്റെ പൂതി തീർന്നില്ലേ? ഭയങ്കര നിർബന്ധം നോക്ക് ഇങ്ങനെ പോയി കളിക്കണോന്ന്. എനിക്ക് കൊയ്ക്കാവാ ഓളപ്പരം കളിച്ചിട്ട്. എന്തായാലും വെക്കേഷൻ ആയിട്ട് അത് കൊണ്ടുപോയില്ലാന്നുള്ളതില്ല, അത് തീർന്ന്. 4 റിങ്ങുണ്ട്. അല്ലേ അമ്മ? അല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നോ? നമ്മള് ബിരിയാണി ബിരിയാണി. എന്നിട്ട് ഉമ്മമ്മക്കില്ല? നിക്കണല്ലോ. എവിടെ? ഉമ്മന്റെ കയ്യിലുണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ഞാൻ എൻ്റെ അമ്മനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ബിരിയാണി ഒന്നും എനിക്ക് വേണ്ടാന്ന്. വെറുതെ. നല്ല സുഖം തന്നെ, ഫുള്ള് ചുറ്റി കറങ്ങൽ തന്നെ. സ്കൂള് പൂട്ടിയപ്പോ. ഇനി എന്താ അടുത്ത പരിപാടി? എനിക്കറിയില്ല. എന്നാ കഴിച്ചിട്ടിട്ട് മാറ്റിക്കൂട്, ക്ഷീണിച്ചിരിക്ക. ആരാ ഫോണില്? എൻ്റെ അമ്മ? എനിക്കറിയില്ല, ആരോ ഫ്രണ്ടാന്ന് തോന്നുന്നു. ഹലോ. ഞാന് മോളും ഉമ്മയൊക്കെ ഉണ്ടേനു. അപ്പം ഞാൻ ഒരിടത്തുനിന്ന് മാറി നിന്നിട്ട് എടുത്തതാണ്. ഇല്ലടി, ഞാനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. എനിക്കെന്തോ എൻ്റെ മോളാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഓളോട് ചോദിക്കാനും അതിനെക്കുറിച്ച് പറയാനും എനിക്ക് എന്തോ ഒരു ധൈര്യക്കുറവ്. ഞാൻ ഇന്ന് ഓളൊന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ച് ഗെയിം സെൻറ്ററിലൊക്കെ പോയതേനു. പക്ഷെ എനിക്ക് അവിടുന്ന് എനിക്കൊന്നും ഓപ്പൺ ആക്കി പറയാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ സംസാരിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? ഓൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ. അതിൻ്റെ ഫ്രണ്ടാ. എന്നാ പോയി കഴിച്ചിട്ടോ, ചെല്ലേ. നല്ല ചൂട് എടുക്കണ. എന്താ ഇപ്പം ഞാൻ ചെയ്യാ? എങ്ങനെ ഞാൻ ഓളോട് ഇപ്പോൾ പറയാ? കുറേ ദിവസമായി ഞാനിതും വെച്ച് നടക്കുന്ന മനസ്സിൽ വെച്ച് നടന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല. എന്തായാലും ഇത് ഓളോട് പറയണം, എന്നാലേ എനിക്കൊരു റാഹത്താവുള്ളൂ. പക്ഷെ എങ്ങനെ ഞാൻ തുടങ്ങാം? എനിക്ക് ഓളെ കാണുമ്പോൾ എന്തോ ഒരു അമ്മ എന്തിനാ ഒറ്റക്ക് വർത്താനം പറയണേ?
അതൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇങ്ങനെ ഇതാക്കിയതാ. എന്തേ? എൻ്റെ ടെൻ്റ് ഇടയ്ക്ക് കളിക്കാൻ ഇവിടെ കാണില്ല. എടുത്തരോ? ടെൻ്റ് അവിടെ ഉണ്ട്, പോയി എടുത്തോ. ഞാൻ പോയെടുത്തോളാം. അമ്മ എന്തിനാ ഒച്ചയൊക്കെ സംസാരിക്കണം? ഇങ്ങനെ പ്രശ്നമുണ്ടോ ചോദിച്ചു നോക്കണോ? ഇല്ല വേണ്ട, ഞാൻ എന്ത് ചോദിച്ചാൽ നമുക്ക് സങ്കടം. കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കാം. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ വന്ന് നോക്കട്ടെ.